നമുക്ക് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ കണ്ടിന്യൂസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെക്ക് ചെയ്യാം. കണ്ടിന്യൂസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയറിലുള്ള ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിനോട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ കണ്ടിന്യൂറ്റിയിലെ പ്രോബ്ലം നോക്കുമ്പോൾ തന്നെ അതിൽ പകുതി ലിമിറ്റിൻ്റെ കേസ് കയറി വരും. അപ്പോൾ ആ പീസ് വൈസ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഇതിൽ നിന്ന് ക്ലിയർ ആവുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇയറിലേക്കും ഉപകാരമാണ്, സെക്കൻഡ് ഇയറിലെ ടോപ്പിക്കുമാണ്. ഓക്കെ, നമുക്കിവിടെ ആദ്യം 2-3 പ്രോബ്ലംസ് തന്നിട്ട് കുറച്ച് ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5x³ + 4 / x - 3. ആദ്യം നമ്മൾ എന്തായാലും ഡയറക്റ്റ് ആ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുക. ഡയറക്റ്റ് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻഡിറ്റർമിനേറ്റ് ടേം, ഇപ്പോൾ ഡിഫൈൻഡ് അല്ലാത്ത ടേംസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഫാക്ടറൈസേഷൻ പോലുള്ള പ്രൊസീജിയറിലേക്ക് പോകുന്നത്. ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് ചെക്ക് ചെയ്യാം. ഡയറക്റ്റ് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നോക്കാം, എക്സിന് 2 കൊടുക്കുമ്പോൾ 5 × 2³ + 4 / 2 - 3 കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് 40 + 4 / -1 - 44 എന്ന് കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലം വീണ്ടും ഇതേപോലെ എക്സ്റ്റെൻസ് ടു 3 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 5 × 3³ + 4 / 3 - 3. ഡിനോമിനേറ്റർ 0 ആണ്, അപ്പോൾ നമുക്കറിയാം അത് ഡിഫൈൻഡ് അല്ല. ഈ ഫംഗ്ഷൻ ഇവിടെ ഡിനോമിനേറ്റർ 0 വന്നാൽ ഇത് ഡിഫൈൻഡ് ആണോ? നോ, ഡിഫൈൻഡ് അല്ല. അങ്ങനെ ഇത്തരം കേസുകൾ നമ്മൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയും. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം എക്സ്റ്റെൻസ് ടു -4 ആണ്. വീണ്ടും ഇത് ചെയ്യുമ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താ കിട്ടുന്നത് നോക്കൂ, 0/0 ആണ്. 0/0 കിട്ടുമ്പോൾ അതും നേരത്തെ പോലെ നോട്ട് ഡിഫൈൻഡ് ആണ്. പക്ഷേ ഇവിടെ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഫാക്ടറൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റിൻ്റെ കേസിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എന്ന് പറയുമ്പോൾ എക്സ്റ്റെൻസ് ടു എ ആണെങ്കിൽ x - a ഈസ് എ ഫാക്ടർ ഓഫ് ബോത്ത് ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്റർ. ഇവിടെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 ഔട്ട്സൈഡ് എടുക്കാം ന്യൂമറേറ്ററിൽ നിന്നും, അപ്പം x + 4 വരും. അതുപോലെ ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണിച്ചാൽ -12 കൂട്ടിയാൽ +1 ആണ്. ഏതൊക്കെ വാല്യൂസ് എടുക്കേണ്ട? x + 4 × x - 3. വലിയ സംഖ്യ പോസിറ്റീവ് എടുക്കണം. x + 4 കട്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്കി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. നോക്കാം, ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്തു നമ്മൾ. x - 3 × x + 4, മുകളിൽ 2 ഔട്ട്സൈഡ് എടുത്തു. x + 4 കട്ട് ചെയ്തു. ബാക്കിയുള്ളതിന് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കൂ, നമുക്ക് ആൻസർ ഇങ്ങനെ കിട്ടും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് അടുത്തത് ഒരു പ്രോബ്ലം. ഇത് LHL RHL. ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത നോക്കൂ, ഒന്ന് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ആണ്. പീസ് വൈസ് ഫംഗ്ഷൻ എന്നാണ് നമ്മൾ ഇതിനെ പറയാം. അതായത് ഒറ്റ ഡൊമൈൻ അല്ല, സിംഗിൾ ഡൊമൈൻ ആയിട്ടല്ല തന്നിരിക്കുന്നത്, അതൊന്ന് ഇൻ്റർവെൽ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതായത് x > 0 എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to ∞ ആണ് x + 1. ആ നമ്പർ ലൈനൊക്കെ ആലോചിക്കുക. എക്സ് ആക്സിസിൻ്റെ വാല്യൂ എവിടെ തൊട്ട് 0 തൊട്ട് 0 ഇൻക്ലൂഡഡ് ആണ് ഇൻഫിനിറ്റി വരെ x + 1ഉം, അതുപോലെ -∞ to 0 ഓപ്പൺ ആയിട്ട് വരുമ്പോൾ x - 1ഉമാണ് വരിക. ഇവിടെ ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 f of x ഇഫക്റ്റ് എക്സിസ്റ്റ് എന്നാണ് ചോദ്യം. നമ്മൾ ആദ്യം LHL കണ്ടുപിടിക്കുക. LHLും RHLും. ഇവിടെ RHL ആണ്. RHL = എക്സ്റ്റെൻസ് ടു 0+. എടുക്കുമ്പോൾ പോസിറ്റീവ് സൈഡാണ് എടുക്കേണ്ടത്. അതായത് 0+ എന്ന് ഉദ്ദേശിക്കുന്നത് 0യുടെ വലതുഭാഗത്ത് നിന്ന് 1ൽ നിന്ന് 2ൽ നിന്ന് 3ൽ നിന്നൊക്കെ 0നെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ അപ്പോൾ എന്താ? x + 1 ആണ്. x + 1ലേക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന ഉത്തരം കിട്ടും. അതുപോലെ LHL കണ്ടു നോക്കൂ. 0- ലെഫ്റ്റിൽ നിന്നുള്ള അപ്രോച്ചാണ്. x - 1 ആണ് വരിക. 0 - 1 കൊടുക്കുമ്പോൾ -1. LHL ≠ RHL, ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് നമുക്കിവിടെ പറയാം. ഓക്കെ, നെക്സ്റ്റ് മൂന്നല്ലേ? ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതിൽ ഗ്രാഫ് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ, അതിൻ്റെ കോർഡിനേറ്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. മാർക്ക് ചെയ്ത പോലെ ആവണം എന്നില്ല വരണത്, അത് നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ അത് 1 ഇത് 2. ഓക്കെ, ഇവിടെ കറക്റ്റാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എക്സ് ആക്സിൽ 1 2. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ഹോളോ പോയിന്റ് ഉണ്ട്. ഇവിടെ ഒരു ഡാർക്കൺ ചെയ്ത പോയിന്റ് ഉണ്ട്. ഡാർക്കൺ ചെയ്ത പോയിന്റ് മീൻ ചെയ്യുന്നത് അത് ഇൻക്ലൂഡഡ് ആണ്, അവിടെ ഡിഫൈൻഡ് ആണ്. ഇവിടെ ഈ പോയിന്റ് ഇൻക്ലൂഡഡ് അല്ല എന്നുള്ള മീനിങ് ആണ്. ഓക്കെ,
ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. മറ്റേത് നമുക്ക് അവിടെ ഫംഗ്ഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫംഗ്ഷന് പകരം ഗ്രാഫാണ് തന്നിരിക്കുന്നത്, അതിൻ്റെ പിക്ചറാണ് തന്നിരിക്കുന്നത്. എക്സ്റ്റെൻസ് ടു 2 മൈനസ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റിൽ നിന്നും ഇങ്ങനെ 2ലേക്ക് എക്സിൻ്റെ വാല്യൂ വരുമ്പോൾ എന്താ ഫംഗ്ഷൻ നേരെ പോയിട്ട് ഇത് ഇവിടെ വന്ന് നിൽക്കണേ. അതിൻ്റെ വൈ വാല്യൂ നോക്കൂ, അതാണ് എക്സ്റ്റെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് വരെ. എത്ര വരിക? 2 അല്ലേ? അപ്പോൾ എൽ എച്ച് എൽ ഇവിടെ 2, ആർ എച്ച് എല്ലോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആർ എച്ച് എൽ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സൈഡിൽ നിന്നും 2വിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്ര വരിക? ഇവിടെയല്ലേ വന്ന് നിൽക്കുന്നത്, ഈ വാല്യൂ എന്താണ്? 0. എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഈക്വൽ ആണോ? അല്ല. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ചോദ്യം എക്സ്റ്റെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ചോദിക്കുമ്പോൾ എന്ത് പറയാം? എൽ എച്ച് എൽ നോട്ട് ഈക്വൽ ടു ആർ എച്ച് എൽ, ദെർഫോർ അവിടെ എക്സ്റ്റെൻസ് ടു 2 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്തതായിട്ട് എഫ് ഓഫ് 2വിൻ്റെ വാല്യൂ. എഫ് ഓഫ് 2 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗ്രാഫിൽ നോക്കുക, എഫ് ഓഫ് എക്സിൽ നോക്കുക, ഇവിടെയും ഇവിടെയൊക്കെ നോക്കി. ഇനി എക്സ് ഈക്വൽ ടു 2 കൃത്യമായിട്ട് വരുമ്പോൾ 2ൽ ഇവിടെ ഡാർക്കൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതല്ല വാല്യൂ. നേരെ പോയി നോക്കുമ്പോൾ ഇത് ഇവിടെയാണ് ഡാർക്കൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു എന്ത് വരും? വാല്യൂ 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ പോയിന്റ് ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഷേപ്പിലാണ് പോയിന്റ്സ് നോക്കുക. ഇത് 1 2, ഈ പോയിന്റ് 3, ഈ പോയിന്റ് ആണ് 4. തെറ്റിദ്ധരിക്കരുത്, ഈ പോയിന്റ് ആണെന്ന് കേട്ടോ. ഇവിടെ 1 2 3 4 അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ, ലെഫ്റ്റിലേക്കും ഒക്കെ. ഓക്കെ, നമ്മൾ 0 മൈനസ് ജി ഓഫ് എക്സ് നോക്കുകയാണ്. 0 മൈനസ് എന്ന് പറയുമ്പോൾ ഈ ഗ്രാഫിനെ 0യിലേക്ക് ലെഫ്റ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുമ്പോൾ, ഇങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ 0യിലേക്ക് വരുന്തോറും എങ്ങോട്ടാ ഗ്രാഫ് പോണേ നോക്കൂ. വൈ വാല്യൂ ഇവിടെ എത്തിയത് ഈ പോയിന്റിൽ എന്താ വാല്യൂ വരിക? 4 ആണോ? എക്സ്റ്റെൻസ് ടു 0 മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ ഇവിടെയാണ് വരിക. അത് എത്രയാ? അത് 3 ആണ്. ഇനി 0 പ്ലസും അപ്പം എന്ത് തന്നെയാ വരിക നോക്കൂ. ഇവിടുന്ന് തന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതും എത്ര തന്നെ വാല്യൂ വരിക? സെയിം തന്നെയല്ലേ. ഇവിടുന്ന് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ 3 തന്നെ സെയിം. അപ്പോൾ 0 പ്ലസ് 3 ക്വസ്റ്റ്യൻ മാറിപ്പോയാ? 0 മൈനസ് 3 എടുത്തു. ഓക്കെ, 0 പ്ലസും 3 എടുത്തു. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ജി ഓഫ് എക്സ് എന്താ വരിക? കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോൾ കഴിഞ്ഞ ഗ്രാഫിൽ എങ്ങനെയായിരുന്നു? രണ്ടും വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ? എക്സിസ്റ്റ് ചെയ്യില്ല എന്ന്. ഇവിടെ നോക്കൂ, നമുക്ക് എൽ എച്ച് എല്ലും 3 കിട്ടി, അതായത് ഈ വാല്യൂം 3 കിട്ടി, ഈ വാല്യൂം 3 കിട്ടി. അപ്പോൾ ഇതും എന്ത് തന്നെയാണ് വരേണ്ടത്? 3 തന്നെയാണ്. ജി ഓഫ് 0 എന്താ വരിക? ജി ഓഫ് 0, അതായത് ഇതാണ് ഗ്രാഫ്. 0യിൽ എക്സ് ഈക്വൽ ടു 0യിൽ ഗ്രാഫിൻ്റെ വാല്യൂ ഒക്കെ നോക്കാൻ അറിയണം. ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയണം. എക്സ് ഈക്വൽ ടു 0 വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ നേരെ ഇവിടെയല്ലേ വരുന്നേ ഗ്രാഫ്. അപ്പോൾ അത് 3 തന്നെയാണ്. അപ്പോൾ ഈ 4 എണ്ണത്തിൻ്റെയും ആൻസർ എന്ത് വരും? 3 എന്നാണ് വരിക. പിന്നെ ചോദ്യം, ജി കണ്ടിന്യൂസ് ആണോ? കണ്ടിന്യൂസ് അല്ലേ? അത് വേറെ എവിടെയും നോക്കണ്ട, ഗ്രാഫ് നോക്കിയാൽ മതി. എവിടെയെങ്കിലും ബ്രേക്കോ എന്തെങ്കിലും ഉണ്ടോ? ജമ്പോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണ്. ഇനി ഇതേപോലെ നമ്മളിതിൻ്റെ ആൻസറൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. നോക്കി 0 പ്ലസ് 3 0 3 ആണ്. ജി ഓഫ് 0 3 ആണ്. ഇനി ഇതെല്ലാം ഈക്വൽ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. എക്സ് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ തന്നെ ഓർത്താൽ മതി. ലിമിറ്റ് ഉണ്ടായിരിക്കണം, അത് ഫംഗ്ഷൻ്റെ വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കണം. അതാണല്ലോ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ. അപ്പം ലിമിറ്റ് ഉണ്ട്, അത് ജി ഓഫ് 0യോട് ഈക്വൽ ആണ്, അതുകൊണ്ട് ജി കണ്ടിന്യൂസ് ആണ്. ഇനി പിന്നെ എക്സ് ഈക്വൽ ടു -1ലാണ് ചോദ്യം. എക്സ് ഈക്വൽ ടു -1 ഇതല്ലേ? അവിടെയും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഗ്രാഫ് ത്രൂ ഔട്ട് നമ്മൾ കാണുന്നിടത്തൊക്കെ ഗ്രാഫ് ഇവിടെ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ഇത് എക്സ് ഈക്വൽ ടു -1ലും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ജി കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡൊമൈൻ ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ് എക്സിൻ്റെ വാല്യൂ, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയാണ് ഡൊമൈനിൽ. എവിടെയും ഗ്രാഫിൻ്റെ ഒരു ബ്രേക്കോ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് ഇത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കും. നെക്സ്റ്റ് ഓക്കെ, അടുത്തത് ഈ ഗ്രാഫ് കണ്ട് പരിചയം ഉണ്ടാവുമല്ലോ. ഇത് എന്തിൻ്റെ ഗ്രാഫാ? മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണിത്. അതിൻ്റെ വെർട്ടെക്സ് എവിടെ വന്ന് നിൽക്കണേ നോക്കൂ, 2ലാണ്. പക്ഷേ ആ പോയിന്റിൽ, അതായത് -2 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ നേരെ പോയി കിടക്കണത് എവിടെയാ?
മുകളിലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. മോഡുലസ് ഫംഗ്ഷൻ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച സ്ഥിതിക്ക് നമുക്ക് അറിയണം ഇത് ഏത് മോഡുലസ് ഫംഗ്ഷൻ ആണെന്നൊക്കെ. ലെഫ്റ്റിലേക്കാണ് അത് നീങ്ങി നിൽക്കണേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ മോഡുലസ് ഡിഫൈൻ ചെയ്യാന്നൊക്കെ ഒന്ന് ഓർത്തോളുക. നമുക്കിപ്പോൾ ലിമിറ്റ് കണ്ടുപിടിക്കാം. എക്സ്റ്റെൻസ് ടു -2, അതായത് -2ലേക്കാണ് ലിമിറ്റ്. എത്രയാണ് ഫംഗ്ഷൻ്റെ വാല്യൂ വരെ? എവിടേക്കാണ് -2ലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്? ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ തന്നെയാണ്. അപ്രോച്ചസ് ടു 0 ആണ്. റൈറ്റ് അപ്രോച്ചസ് ടു എവിടേക്ക് തന്നെയായിരിക്കും? അതായത് 2+2, അതായത് ഈ വലതുഭാഗത്തു നിന്ന് ഗ്രാഫ് വരുന്നതും എവിടേക്കാ? 0ലേക്കാണ്. പക്ഷേ എക്സ്റ്റെൻസ് ടു -2 f(x) എന്താണ് അവിടെ തന്നിരിക്കുന്നത്? ഇവിടെ നോക്കൂ, 2+0 ഒന്നു, മറ്റേതും 0 ആണ്. ഓക്കെ, f(-2) = ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ എന്താ? അവിടെ എക്സ്ക്ലൂഡഡ് ആണ്. ഇവിടെയാണ് ഡാർക്കൻ ചെയ്തിരിക്കുന്നത്. അത് 3 ആണ് വാല്യൂ. അപ്പോൾ -2 0 ആൻഡ് f(-2) = 3. അപ്പോൾ രണ്ടിൽ നിന്നും നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ലെഫ്റ്റ് ലിമിറ്റും ഫംഗ്ഷൻ്റെ വാല്യൂവും ഈക്വൽ അല്ല. ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആണ്, പക്ഷെ ഫംഗ്ഷൻ്റെ വാല്യൂവിനോട് അത് ഈക്വൽ അല്ല. അത് ഫംഗ്ഷൻ്റെ വാല്യൂവിനോട് ഈക്വൽ ആയാൽ മാത്രമേ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുകയുള്ളൂ. അതുകൊണ്ട് ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ല. ശ്രദ്ധിക്കുക, LHL ഉണ്ട്, RHL ഉണ്ട്, രണ്ടും ഈക്വൽ ആണ് എന്നതുകൊണ്ട് മാത്രം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെന്നില്ല. കണ്ടിന്യൂസ് ആവണമെങ്കിൽ അത് ഫംഗ്ഷൻ്റെ വാല്യൂവിനോട് കൂടി ഈക്വൽ ആയിരിക്കണം. എന്താണ് ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ? ലിമിറ്റ് വാല്യൂ അല്ല. അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ല. അടുത്ത ഗ്രാഫ് ഇത് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നാണ് ചോദ്യം. നിങ്ങളുടെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടിന്യൂസ് ആണോ അല്ലയോ? അല്ല. ഇവിടെ കണ്ടിന്യൂറ്റി പഠിക്കാത്തതുകൊണ്ടാണ്. ഇവിടെ നോക്കി, ഫംഗ്ഷൻ ഗ്രാഫ് ഇങ്ങനെ വന്നു. കണ്ടിന്യൂറ്റി ഈ ഒരു പോയിന്റ് വന്നപ്പോൾ, അതായത് ഏതാ പോയിന്റ്? അത് 0യിൽ x = 0 എന്ന പോയിന്റിൽ അവിടെ ഒരു ബ്രേക്ക് കണ്ടോ? ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ വന്നിരിക്കുന്നത്? 0യിലേക്ക് ചാടി. ഈ പോയിന്റ് അല്ല, അത് 1 എന്ന പോയിന്റ് അല്ല. ഫംഗ്ഷൻ്റെ വാല്യൂ f(0) ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടുക എന്താ? 1 ആണ്. f(0), അതായത് x = 0യിലെ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. നമുക്ക് ഇവിടെ 1 ആണ് വരേണ്ടത്, പക്ഷെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്തായിട്ടാ? 0 ആയിട്ടാണ്. അപ്പോൾ അതവിടെ കണ്ടിന്യൂസ് അല്ല. എക്സ്റ്റെൻസ് ടു 0 g(x) ആക്ച്വലി 1 ആണ്. ഇവിടുന്ന് വരുമ്പോൾ ഈ 1ലേക്കാണ് വരേണ്ടത്. LHLും അതെ, RHLും അതെ. ഇവിടെ നിന്നുള്ള അപ്രോച്ചും 1ലേക്കാണ്, റൈറ്റിൽ നിന്നുള്ള അപ്രോച്ചും 1ലേക്കാണ്. പക്ഷേ 0യിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഈ 1 വരേണ്ടടുത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ഹോളോ ആണ്. ഇവിടെ ഡാർക്കൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ലിമിറ്റും ഫംഗ്ഷൻ്റെ വാല്യൂവും ഈക്വൽ അല്ല. അതുകൊണ്ട് കണ്ടിന്യൂസ് അല്ല. ഇവിടെ ഒരു ഹോളോ മാർക്ക് കണ്ടാൽ തന്നെ നമുക്കറിയാം അതവിടെ കണ്ടിന്യൂസ് അല്ല എന്നുള്ള കാര്യം. ഈ വേവ് ഷേപ്പ് ഫോർ ദ ഫംഗ്ഷൻ g ഗ്രാഫ് ഇൻ ദ ഫോളോയിങ് ഫിഗർ ഫൈൻഡ് എക്സ്റ്റെൻസ് ടു 5 - g(x). എക്സ്റ്റെൻസ് ടു 5 - g(x) എത്ര വരിക? പോയിന്റ് കണ്ടുപിടിക്കണ്ടേ നമ്മൾ ഇവിടുന്ന്? -5, ഇത് 0 എടുത്തു കഴിഞ്ഞാൽ -1 -2 -3 -4 -5. ഇവിടെ താഴത്തേക്ക് കണ്ടുപിടിക്കല. ഏതാണ് ഇതല്ല -5 താഴെ കിടക്കുന്നു? 2 -2 അത് ഇവിടെ പുറമുണ്ട്. -5 അല്ല, 5 പറയുമ്പോൾ അല്ല, സോറി 5 ആണ്. ഞാൻ എന്തിനാ -5ലേക്ക് പോയല്ലേ? തെറ്റിപ്പോയി. അതായത് 5 എന്ന പോയിന്റ് എടുക്കാം. 5 എന്ന പോയിന്റിലെ ലെഫ്റ്റ് ലിമിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അറിയാതെ ഞാൻ -5ലേക്ക് പോയതാണ്. നിങ്ങൾക്കും അങ്ങനെ തെറ്റ് പറ്റരുത്, ശ്രദ്ധിക്കണേ. 5 അപ്പോൾ 5 എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്തിട്ട് നമ്മൾ 5ന് ലെഫ്റ്റിൽ നിന്നുള്ള അപ്രോച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ എവിടെയാണ് ഫംഗ്ഷൻ്റെ വാല്യൂ? ഇത് ഇവിടെയാണ്. എത്രയാ? 2. ഓക്കെ, 5+ ഇവിടെ നിന്നുള്ള അപ്രോച്ച് അതും അത് തന്നെയല്ലേ വരിക? 2 അല്ലേ വരിക? ഓക്കെ, അതും നമുക്ക് 2 തന്നെയാണ് കിട്ടുക. 5+ഉം 2 തന്നെയാണ് കിട്ടുക.
അടുത്ത ചോദ്യം എക്സ് ടെൻസ് ടു 5. എക്സ് ടെൻസ് ടു 5 എന്ന് പറയുമ്പോൾ രണ്ടും ഈക്വൽ അല്ലേ, LHലും RHലും ഈക്വലായി നമുക്ക് 2 തന്നെ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, g ഓഫ് 5. 5ലെ ഫംഗ്ഷൻ്റെ വാല്യൂ 2 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എവിടെയോ ബ്രേക്കോ ഹോളോ പോയിന്റോ ഒന്നുമില്ല. പിന്നെ 5ൽ ഇത് കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാ ഡൊമൈനിലുള്ള എല്ലാ പോയിന്റിലും ഇത് കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ്. ജി ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. ഇതട്ടല്ലേ? ഓക്കെ, ഗ്രാഫ് എക്സ് ടെൻസ് ടു -1. ഈ ഫംഗ്ഷൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? സിഗ്നം ഫംഗ്ഷൻ അല്ലേ, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 1 എക്സ് ലെസ് ദാൻ 1 എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ, രണ്ടാമത്തെ ചാപ്റ്ററിൽ റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ. അപ്പോൾ എക്സ് ടെൻസ് ടു 1 എച്ച് ഓഫ് എക്സ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ആസ് എച്ച് ടെൻസ് ടു എക്സ് ടെൻസ് ടു 1, എക്സിൻ്റെ വാല്യൂ 1ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എച്ച് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? അതുപോലെ എക്സ് ടെൻസ് ടു 2 എന്താണ്? ടെൻസ് ടു -4. ഇവിടെ എക്സ് ടെൻസ് ടു 1 എന്ന് ചോദിക്കുമ്പോൾ ഏതെവിടെ 1 ഇതല്ലേ? 1ൽ ഇതാ ലെഫ്റ്റിൽ, ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഒന്നും ചോദ്യത്തിലില്ല. ചോദ്യത്തിൽ ആസ് എക്സ് ടെൻസ് ടു 1 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കും, പക്ഷേ ഫംഗ്ഷൻ പീസ് വൈസാണ്. അതായത് 1ലേക്ക് 1 എന്ന എക്സിൻ്റെ പോയിന്റിലേക്ക് ലെഫ്റ്റിൽ നിന്ന് ഈ വഴി കൂടിയാണ് ഗ്രാഫ് വരുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു വാല്യൂ വരുന്നുണ്ട്, റൈറ്റിൽ നിന്ന് ഇതിൽ കൂടിയാണ് വരുന്നത്. ലെഫ്റ്റിൽ നിന്ന് ഫംഗ്ഷൻ എവിടേക്കാണ് വരിക? -1ലേക്കാണ്. -1ലല്ലേ വാല്യൂ വരുന്നത്? -1ലാണ്. അതുപോലെ റൈറ്റിൽ നിന്ന് അത് 1ലേക്കാണ് വരുന്നത്. അതുകൊണ്ട് LHലും RHലും, അതായത് ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഇവിടെ നോക്കൂ, ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്തോറും വൈയുടെ വാല്യൂ -1, റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 1, LHL ഈക്വൽ ടു -1, RHL ഈക്വൽ ടു 1, ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ ലിമിറ്റ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എക്സ് ടെൻസ് ടു 2 എന്താ വരിക? എക്സ് ടെൻസ് ടു 2 നോക്കൂ, ലെഫ്റ്റിൽ നിന്ന് 2ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലേ എന്താ വാല്യൂ 1, റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും എന്ത് തന്നെ വരിക? 2 അല്ല, 2 അല്ല 1 തന്നെ. അതായത് ലെഫ്റ്റിൽ നിന്ന് ഈ ഗ്രാഫിലേക്ക് പോകേണ്ട കാര്യമില്ല, ഇവിടെ നോക്കിയാൽ മതി. ഈ പോയിന്റിലേക്ക് 2, ഇവിടെ ഈ 2 ഇവിടെ നിന്ന് വരുമ്പോഴും 2, അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 1. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എച്ച് ഓഫ് എക്സ് നമുക്ക് എന്തായിട്ട് കിട്ടും? 1. ഇനി എക്സ് ടെൻസ് ടു -4 എന്താണെന്ന ചോദ്യം. എക്സ് ടെൻസ് ടു -4, -4ലേക്ക് ലെഫ്റ്റിൽ നിന്ന് വന്നാലും റൈറ്റിൽ നിന്ന് വന്നാലും ഒരേ പോയിന്റ് ആണ്. ഏതാണ്? -1 ആണ് വാല്യൂ വരിക. ഓക്കെ, അതവിടെ എഴുതിയിട്ടുണ്ട്, ഞാനത് സ്ക്രോൾ ചെയ്ത് കാണിക്കാം. പിന്നെ എച്ച് ഓഫ് 1 നോക്കൂ, എന്താ വരിക? എച്ച് ഓഫ് 1ൽ, അതായത് എക്സ് ഈക്വൽ ടു 1ൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ കൊടുത്തിരിക്കണേ? 1ൽ ഇവിടെ അല്ലേ വരിക? അല്ല, ഇത് ഇവിടെ അല്ലേ പോയിന്റ്? അപ്പോൾ ആ വാല്യൂ 0. നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ കാണിക്കാം. എക്സ് ടെൻസ് ടു 2 എച്ച് ഓഫ് എക്സ് 1 ആണ്, -4 -1 ആണ്, എച്ച് ഓഫ് 1 0 ആണ്. എക്സ് ഈക്വൽ ടു 1ൽ LHL വേറെ RHL വേറെ അല്ലേ? ഇവിടുന്ന് വേറെ ഇവിടുന്ന് വേറെ. അപ്പോൾ അവിടെ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 1ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഇപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ അറിയാം 1ൽ വെച്ചിട്ടാണ് ഇതിൻ്റെ എല്ലാ ഡിസ്കണ്ടിന്യൂറ്റി സംഭവിക്കുന്നത്. ഇവിടെ വരെ അത് കണ്ടിന്യൂസ് ആയിരുന്നു, ഇവിടെ ബ്രേക്കായി. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും കണ്ടിന്യൂസ് ആണ്. ആ ഒരൊറ്റ പോയിന്റിലാണ്, 1 എന്ന പോയിന്റിലാണ് അത് കണ്ടിന്യൂസ് അല്ലാത്തത്. 1 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അത് നോട്ട് ചെയ്തോളൂ കേട്ടോ അവിടെ. ഓക്കെ, എക്സ് ഈക്വൽ ടു 1 ഒഴികെ ബാക്കി എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ക്ലിയർ അല്ലേ? ഗ്രാഫിൽ നിന്ന് ക്ലിയർ ആണ്. അടുത്ത ചോദ്യം 9. എന്തൊക്കെ കാണണം? 3 അതായത് കണ്ടിന്യൂസ് അല്ല, ഇവിടെ ഒരു ബ്രേക്ക് കാണാനുണ്ട്. 3 - f of x എന്താ വരിക? 3ലേക്ക് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും ഇൻഫിനിറ്റിയിലേക്ക് പോകണം. ഒരു ഐഡിയ ഇല്ലല്ലോ. ഡസ് നോട്ട് എക്സിസ്റ്റ് കാണാനില്ല. അതെ, ഫംഗ്ഷൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് 3ലേക്ക് വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല. ഗ്രാഫ് എവിടെ? അതെ, ടച്ച് അതങ്ങനെ മുട്ടില്ല. അതാ ഗ്രാഫ് കാണുമ്പോൾ അറിയുന്ന നേച്ചർ അതങ്ങനെ പോവുകയാണ്. അപ്പോൾ അവിടെ 3 - എക്സിസ്റ്റ് ചെയ്യില്ല. 3+ഓ
അതും എക്സിസ്റ്റ് ചെയ്യണില്ല. മൈനസ് ഇൻഫിനിറ്റിക്കാണ് ആ ഗ്രാഫ് പോണതേ. 3+ ഡസ് നോട്ട് എക്സിസ്റ്റ് ചെയ്യണില്ല. എക്സ്റ്റെൻസ് ടു 3 എന്താ വരിക? അതും LHL ഇല്ല, RHL ഇല്ല വെച്ചാൽ പിന്നെ ആ പോയിന്റിൽ ലിമിറ്റ് ഇല്ലല്ലോ. ബോത്ത് LHL ആൻഡ് RHL ഡു നോട്ട് എക്സിസ്റ്റ്. അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. f(x) എക്സിസ്റ്റ് ചെയ്യുന്നില്ല. f(3) പക്ഷേ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എത്രയാ? 1 അല്ലേ? f(3) = 1. മനസ്സിലായോ? ഇതവിടെ 3ൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഇത് ഇവിടെയാണ് വരിക. f(3) = 1 ആണ്. അടുത്ത ചോദ്യം കണ്ടിന്യൂസ് ആണോ എന്നായിരിക്കണം. കണ്ടിന്യൂസ് അല്ല എന്ന് ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആണ്. അല്ലേ? കണ്ടിന്യൂസ് ആണോ എന്നല്ല ചോദ്യം. ഈസ് എഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇത് കണ്ടിന്യൂസ് അല്ല. ലിമിറ്റ് ഈ 3 എന്നുള്ള പോയിന്റിൽ ഡൊമൈനിലുള്ളൊരു പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് പറയാം ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന്. പിന്നെ അത് തന്നെയാണ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുക്കണം? f(x) is not continuous at the point at x = 3. ഡൊമൈനിലുള്ള പോയിന്റാണ് 3 എന്ന പോയിന്റിൽ LHL ഇല്ല, RHL ഇല്ല എന്നൊക്കെ പറഞ്ഞു. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ദാറ്റ് ഇസ് നോട്ട് കണ്ടിന്യൂസ്. ഓക്കെ. അടുത്ത ചോദ്യം 10. ഇതാ ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫിലാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. ഫോർ ഓൾ ഫൈൻഡ് എ ഫോർ വിച്ച് h(x) എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റുകളൊക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ h(x) എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റുകൾ. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റുകൾ ഏതൊക്കെയാ? ഇത് ഈ പോയിന്റുകൾ ഒഴികെ, അതായത് ഇവിടെ ഈ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല, കാരണം LHL വേറെയാണ്. ഗ്രാഫ് ഒന്ന് സൂം ചെയ്യേണ്ടി വരും, കാണാനില്ല. അതുപോലെ ഈ പോയിന്റിലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഏതൊക്കെ പോയിന്റിലാന്നല്ലേ പറഞ്ഞിരിക്കണേ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓൾ ദ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് -4. നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്? -4 ആണ് കേട്ടോ ഈ പോയിന്റ്. അപ്പോൾ ഗ്രാഫ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് വേറെ, റൈറ്റ് ലിമിറ്റ് വേറെ. ലെഫ്റ്റ് ലിമിറ്റ് ഇത് ഈ പോയിൻ്റാണ്, റൈറ്റ് ലിമിറ്റ് ഈ പോയിൻ്റാണ്. അപ്പോൾ ഈ പോയിന്റിൽ ഒഴികെ ബാക്കി എല്ലാ പോയിന്റിലും എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ പോയിന്റ് ഇവിടെ ഹോളോ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റിൽ നിന്ന് ലിമിറ്റ് ഉണ്ട്, റൈറ്റിൽ നിന്ന് ലിമിറ്റ് ഉണ്ട്. പക്ഷെ ലിമിറ്റ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഫംഗ്ഷൻ്റെ വാല്യൂവിനോട് ഈക്വൽ അല്ല എന്നാണ് ഇവിടുത്തെ കാര്യമുള്ളൂ. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആ പോയിന്റുകളിലൊക്കെ. ഇനി എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി h(x) ഡസ് നോട്ട് എക്സിസ്റ്റ്. ആ പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. അടുത്ത ചോദ്യം നോക്കിയിട്ട് പോകാം ആൻസറിലേക്ക്. എക്സ്റ്റെൻസ് ടു h(x)ഉം h(a)യും ഈക്വൽ ആവുന്ന പോയിന്റുകൾ, പിന്നെ h(c) നോട്ട് ഈക്വൽ ടു h(c) ആവുന്ന പോയിന്റുകൾ, പിന്നെ കണ്ടിന്യൂസ് ആണോ ആൻസർ. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. കണ്ടിന്യൂസ് ആണോ? അല്ല. ഇത് ഇവിടെയൊക്കെ ബ്രേക്ക് ഉണ്ട്, ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ ഈക്വൽ അല്ല, അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ഒന്നാമത്തേത് മനസ്സിലായല്ലോ, ഏതൊക്കെ പോയിന്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? -4 അല്ലാത്ത പോയിന്റുകളിൽ. ഇനി അടുത്തത് ലിമിറ്റ് ഉണ്ട്, ലിമിറ്റ് വരും, ലിമിറ്റ് ഉണ്ട്. ലിമിറ്റിന്റെ LHL RHL എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ. ലിമിറ്റ് ഉണ്ട്, പക്ഷെ അത് ഫംഗ്ഷന്റെ വാല്യൂവിനോട് ഈക്വൽ അല്ലാന്നേ ഉള്ളൂന്ന്. ലിമിറ്റ് എവിടേക്കാണ് വരുന്നത്? 2ലേക്ക് ലിമിറ്റ് ഉണ്ട്. 2 എന്ന പോയിന്റിൽ എക്സ്റ്റെൻസ് ടു 2 ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഫംഗ്ഷന്റെ വാല്യൂവിനോട് ഈക്വൽ അല്ലാന്നേ ഇവിടുത്തെ കേസുള്ളൂ. ഇവിടെയാണ് LHL പോയിട്ട് 5ഉം RHL പോയിട്ട് 4ഉമാണ് ഇവിടെ ഈ പോയിന്റിൽ. അതാണ് -4 എക്സിസ്റ്റ് ചെയ്യില്ല പറയുന്നത്. ഇവിടെ ഓൾ പോയിന്റ്സ് അറ്റ് വിച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ് ഈ പോയിന്റ് കണ്ടുപിടിക്കേണ്ടത്. LHL നോട്ട് ഈക്വൽ ടു RHL ആവാത്ത പോയിന്റാണ്. അതും ഏത് പോയിന്റ് മാത്രമാണ്? -4. ഓൺലി സച്ച് പോയിന്റ് ഇൻ ദ എബവ് ഫംഗ്ഷൻ c is equal to -4. അടുത്ത എക്സ്റ്റെൻസ് ടു h(x)ഉം h(a)യും ഈക്വൽ ആവുന്ന പോയിന്റുകളാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഈ ക്വസ്റ്റ്യൻ ഇതിൽ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ പോയിന്റിൽ ഒഴികെ ബാക്കി എല്ലാ ഈ പോയിന്റിലും ഒഴികെ ബാക്കി എല്ലാ പോയിന്റിലും ഈക്വൽ ആയിരിക്കും. ഇവിടെ c is equal to -4ൽ -4ൻ്റെ കാര്യം നമ്മളിവിടെ പരാമർശിക്കേ വേണ്ട, കാരണം ഇവിടെ ലിമിറ്റേ ഇല്ല, ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ ചോദ്യം ലിമിറ്റും h(a)യും ഈക്വൽ ആവുന്ന ഈ പോയിന്റ് കൊടുത്തില്ലെങ്കിലും ആൻസർ കറക്റ്റാണ്. c = 2 മാത്രം കൊടുത്താൽ മതിയായിരിക്കും.
അതിൽ കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ എഴുതേണ്ട ആവശ്യവും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് എക്സ് ടെൻസ് ടു സി എച്ച് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എച്ച് ഓഫ് സി. എച്ച് ഓഫ് എക്സ് ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് സി. എന്തേ എത്ര നേരം ഉണ്ടാവും? കുറെ നേരം എഴുതുമ്പോൾ രണ്ട് ബാക്കി നാളില്ല. എച്ച് കണ്ടിന്യൂസ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് നമുക്ക് ഇത്ര എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഇവിടെ നിന്ന് അറിയാം -4ഉം 2ഉമാണ് ഇത് ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പോയിന്റുകൾ. ഓക്കെ, കണ്ടിന്യൂസ് ആണോ? അല്ല. എച്ച് ഓഫ് എക്സ് ഇസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു -4 ആൻഡ് 2 ഡസ് നോട്ട് കണ്ടിന്യൂസ്. ഇനി എത്ര പ്രോബ്ലം കൂടി ഉണ്ട്? എത്രാമത്തെ പ്രോബ്ലം ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു? ഓക്കെ, ഒറ്റ വീഡിയോ 10 മുക്കാൽ കൂടെ എടുക്കാൻ സ്റ്റോപ്പ്.